കോഴിക്കോട്ടെ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു രോഹിത് താമസിച്ചിരുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകന്ന് ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരാൾ. അവൻ ഒരു ചെറിയ ബുക്ക് ഷോപ്പ് നടത്തുകയായിരുന്നു. പുസ്തകങ്ങൾ വിൽക്കുന്നതിലുപരി അവ വായിക്കുന്ന ആളുകളുടെ മുഖത്തെ സന്തോഷം കാണുന്നതായിരുന്നു അവന് ഇഷ്ടം. ഓരോ ദിവസവും രാവിലെ കട തുറക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് കടയുടെ മുന്നിലെ ചെറിയ പൂച്ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നതായിരുന്നു. അവന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്ക് അവൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതുപോലെ ബന്ധങ്ങൾക്കും സ്നേഹം കൊടുക്കണം. ഒരു ദിവസം മഴയുള്ള വൈകുന്നേരം ഒരു പെൺകുട്ടി അവന്റെ കടയിലേക്ക് വന്നു. കൈയിൽ നനഞ്ഞ ഒരു കുട, മുടിയിൽ മഴത്തുള്ളികൾ, മുഖത്ത് ഒരു ചെറിയ വിഷമം. അവൾ കടയ്ക്കുള്ളിൽ കയറി. ഒരു പ്രത്യേക പുസ്തകം വേണം, അവൾ പറഞ്ഞു. ഏത് പുസ്തകം? രോഹിത് ചോദിച്ചു. അവൾ കുറച്ച് നേരം ആലോചിച്ചു. ഒറ്റപ്പെടുമ്പോൾ കൂട്ടായി തോന്നുന്ന ഒരു പുസ്തകം. ആ മറുപടി കേട്ട് രോഹിത് ചിരിച്ചു. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ കണ്ടെത്താം, അവൻ പറഞ്ഞു. അവളുടെ പേര് നന്ദന. ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു അവൾ. ലോകത്തിലെ മനോഹരമായ നിമിഷങ്ങൾ ചിത്രങ്ങളാക്കി സൂക്ഷിക്കുകയായിരുന്നു അവളുടെ ജോലി. അന്ന് അവൾ വാങ്ങിയ പുസ്തകം പിന്നീട് തിരികെ നൽകാനായി വീണ്ടും കടയിൽ വന്നു. പിന്നെ വീണ്ടും. അങ്ങനെ അവളുടെ വരവ് പതിവായി. രോഹിത്തിന് മനസ്സിലായി, അവൾ പുസ്തകങ്ങൾ വാങ്ങാൻ മാത്രമല്ല വരുന്നത്, സംസാരിക്കാൻ കൂടിയാണ്. അവർ പതിയെ സുഹൃത്തുക്കളായി. നന്ദന തന്റെ യാത്രകളുടെ കഥകൾ പറയുമായിരുന്നു. മലകളെക്കുറിച്ച്, കടലുകളെക്കുറിച്ച്, അപരിചിതരായ ആളുകളിൽ കണ്ടെത്തിയ മനോഹാരിതയെക്കുറിച്ച്. രോഹിത് അവളുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. കാരണം അവളുടെ കണ്ണുകളിലൂടെ ലോകം കാണാൻ അവൻ കഴിയുമായിരുന്നു. ഒരു ദിവസം നന്ദന രോഹിത്തിന്റെ കടയുടെ മുകളിലെ ചെറിയ മുറി കണ്ടു. അവിടെ നിറയെ പഴയ പുസ്തകങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു. ഇത് നിന്റെ രഹസ്യ ലോകമാണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രോഹിത് ചിരിച്ചു. അതെ. നന്ദന ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ പൂച്ചെടി ഉണ്ടായിരുന്നു. ഈ പൂക്കൾ ആരാണ് നോക്കുന്നത്? അവൾ ചോദിച്ചു. ഞാൻ. എല്ലാ ദിവസവും? അതെ. നന്ദന അവനെ നോക്കി. നീ നല്ല ആളാണ്. രോഹിത് ചിരിച്ചു. എന്തുകൊണ്ട്? പൂക്കളെപ്പോലും മറക്കാത്ത ഒരാൾക്ക് മനുഷ്യരെയും മറക്കാൻ കഴിയില്ല. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം പ്രണയമായി മാറി. പക്ഷേ അവർ അത് തുറന്നു പറഞ്ഞില്ല. ഒരു ദിവസം നന്ദന വിഷമത്തോടെ കടയിലെത്തി. എനിക്ക്. ഏത്? പാരീസിൽ ഒരു ഫോട്ടോഗ്രാഫി പ്രോജക്റ്റ്. രോഹിത്തിന്റെ മുഖത്തെ പുഞ്ചിരി മങ്ങി. അത് അവളുടെ വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ അവളിൽ നിന്ന് അകലം എന്ന ചിന്ത അവനെ വേദനിപ്പിച്ചു. നീ പോകണം, അവൻ പറഞ്ഞു. നന്ദന അത്ഭുതപ്പെട്ടു. നിനക്ക് വിഷമമില്ലേ? രോഹിത് ചിരിച്ചു. നിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നത് കാണാൻ എനിക്ക് സന്തോഷമാണ്. പോകുന്ന ദിവസം നന്ദന അവന്റെ കടയിൽ വന്നു. അവൾ ഒരു ചെറിയ പൂച്ചെടി കൊണ്ടുവന്നു. ഇത് ഇവിടെ വെക്കണം, അവൾ പറഞ്ഞു. ഞാൻ തിരികെ വരുമ്പോൾ ഇത് വളർന്നിട്ടുണ്ടാകണം. രോഹിത് ചിരിച്ചു. ഞാൻ നോക്കും. അവൾ യാത്രയായി. ആദ്യ കുറച്ചു മാസങ്ങൾ അവർ ദിവസവും സംസാരിച്ചിരുന്നു. പിന്നീട് സമയവ്യത്യാസം, ജോലി, തിരക്കുകൾ, സംഭാഷണങ്ങൾ കുറഞ്ഞു. പക്ഷേ രോഹിത് എല്ലാ ദിവസവും ആ പൂച്ചെടിക്ക് വെള്ളം ഒഴിച്ചു. കാരണം അത് നന്ദനയുടെ ഓർമ്മയായിരുന്നു. 3 വർഷങ്ങൾ കടന്നുപോയി. ആ ചെറിയ ചെടി വലിയൊരു പൂച്ചെടിയായി മാറി. ഒരു ദിവസം രോഹിത് കട തുറക്കുമ്പോൾ വാതിലിനു മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അവൻ ഞെട്ടി. നന്ദന. അവളുടെ കൈയിൽ ഒരു ക്യാമറ. മുഖത്ത് പഴയ പുഞ്ചിരി. ഞാൻ തിരികെ വന്നു, അവൾ പറഞ്ഞു. രോഹിത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ പൂച്ചെടി ഇപ്പോഴും ഉണ്ടല്ലോ, അവൾ ചിരിച്ചു. രോഹിത് അതിലേക്ക് നോക്കി. നീ തന്നതല്ലേ? നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നെ മറന്നില്ലല്ലോ. രോഹിത് അവളെ നോക്കി. ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് നിർത്തിയില്ലെങ്കിൽ നിന്നെ എങ്ങനെ മറക്കും? നന്ദന കരഞ്ഞുകൊണ്ട് ചിരിച്ചു. കുറച്ചു നേരം അവർ മിണ്ടാതെ നിന്നു. പിന്നെ നന്ദന പതുക്കെ പറഞ്ഞു.
എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? ഞാൻ പോയപ്പോൾ മനസ്സിലായി. എന്ത്? ലോകം മുഴുവൻ കണ്ടാലും എന്റെ മനസ്സ് തിരികെ വരുന്നത് ഇവിടെയാണ്. രോഹിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നന്ദന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. രോഹിത് ചിരിച്ചു. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ആ ദിവസം അവരുടെ കഥയ്ക്ക് ഒരു പുതിയ തുടക്കം കിട്ടി. ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി. വിവാഹശേഷം നന്ദന തന്റെ ഫോട്ടോകളുടെ ഒരു പ്രദർശനം നടത്തി. അതിന്റെ പേര് അവളുടെ ജനലരികിലെ പൂക്കൾ. പ്രദർശനത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം ഒരു ചെറിയ പൂച്ചെടിയുടേതായിരുന്നു. അതിന്റെ താഴെ ഒരു വരി എഴുതിയിരുന്നു: ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു പൂവ് പോലെയാണ്. അവർ പോകുമ്പോഴും അവരുടെ സുഗന്ധം അവിടെ തന്നെ തുടരും. രോഹിത് അത് വായിച്ചു ചിരിച്ചു. കാരണം ആ പൂവ് അവരുടെ